എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സങ്കടത്തോടു കൂടിയാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം കൊല്ലത്തുനിന്ന് 2 ദിവസം മുന്നേ എന്നെ ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പേരും നാളൊന്നും ഞാൻ പറയുന്നില്ല. ആർക്കെങ്കിലും പേഴ്സണലി നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുന്നവർ കോൺടാക്ട് ചെയ്യാം. കൊല്ലത്തുനിന്ന് ഒരു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി 2 മക്കളാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്. നമ്മൾ സഹകരിക്കുന്ന സ്പോൺസർ കൊടുത്തിട്ടാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത്. മക്കൾക്കുള്ള പഠിക്കാനുള്ള ബുക്കും സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു തരാൻ പറ്റുമോ? അത് വളരെ പട്ടിണിയും പരിവട്ടത്തിലാണ് അവർ ജീവിക്കുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരെക്കുറിച്ച് അവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചു. അവർ പറഞ്ഞ അത്രയും സത്യമാണ്. കാരണം നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നതുകൊണ്ട് തന്നെ സത്യവും മിഥ്യയൊന്നും തിരിച്ചറിയാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് പറയാനുള്ളത്, അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയായിട്ടുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഒന്നും പറയാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ 2 മക്കൾ കാര്യമില്ലാതെ ആവുന്നു. അവരുടെ കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൈനീട്ടേണ്ടി വരുന്നു. ഇതൊക്കെ ആത്മഹത്യ ഒരിക്കലും ഒന്നിനും പരിഹാരമല്ലല്ലോ. നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ കൂടെ ചേർന്ന് നമ്മൾ പുതുതായിട്ട് എന്താ പറയുക, പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ 2 മക്കളായി അവരൊക്കെ നമ്മൾ ഓർക്കണ്ടേ. അപ്പോൾ എന്തായാലും ആ മക്കളുടെ വേദന ഞങ്ങളെക്കൊണ്ടാവുന്ന എല്ലാ സപ്പോർട്ടും ആ കുടുംബത്തിൽ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള ബുക്കും ബാഗും സാധനങ്ങളൊക്കെ എത്തിച്ച് നൽകിയിട്ടുണ്ട്. യൂണിഫോം എത്തിച്ച് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്നും ആരും ഇനി ചിന്തിക്കാതിരിക്കുക. എന്നും നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുക, പരസ്പരം തുറന്ന് സംസാരിക്കുക. ആ മക്കൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ആർക്കെങ്കിലുമൊക്കെ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാനും കഴിയുന്ന സഹായം എത്തിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദയവായിട്ട് പേഴ്സണലി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു സോ മച്ച്. ഓക്കേടാ, വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഓക്കെ.